പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം വീണ്ടും നമുക്ക് കാണുവാൻ കർത്താവ് കൃപ തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നതിൻ്റെ കാരണം എന്താണ്? കേവലം ഒരു ദൈവമായതുകൊണ്ടാണോ? ദൈവപുത്രനായതുകൊണ്ടാണോ? നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചതായതുകൊണ്ടാണോ? അതോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സൗഖ്യവും ഉപകാരങ്ങളും എന്തെങ്കിലും സഹായങ്ങളും കർത്താവ് തന്നതുകൊണ്ടാണോ? എന്തുകൊണ്ട് നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നു? ഒരിക്കൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ ആരംഭം മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, പരീശന്മാരും പള്ളിപ്രമാണികളിൽ ചിലരും യഹൂദന്മാരിൽ ചിലരൊക്കെ യേശുവിൻ്റെ അടുത്ത് വന്ന് അവനോട് ഒരു പരാതി പറഞ്ഞു. ഞങ്ങൾ ആരും ബഹുമാനിക്കാത്തതും വീട്ടിൽ കയറ്റാത്തതുമായ കുറെ അതിക്രമക്കാർ ഈ ദേശത്തുണ്ട്. അവർ ചുങ്കക്കാരും ഭാവികളുമൊക്കെയാണ്. ഞങ്ങളുടെ വിവാഹ ചടങ്ങുകളിലും പ്രധാന വിഷയങ്ങളിലൊന്നും ആഘോഷങ്ങളിലൊന്നും ഞങ്ങൾ അവരെ ഞങ്ങളുടെ വീട്ടിലും ഞങ്ങൾ അതിലൊന്നും പങ്കെടുപ്പിക്കാറില്ല. പക്ഷെങ്കിൽ നീയോ അവരോട് കൂടെ ചേർന്നും കൊണ്ട് ഭക്ഷണത്തിന് ഇരിക്കുകയും അവരോട് ചേർന്നും കൊണ്ട് കൂട്ടുകൂടുകയും അവരെ നിന്റെ സ്നേഹിതന്മാരാക്കുകയും നിന്റെ ശിഷ്യന്മാരാക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടത് ഞങ്ങൾക്കത് അത്ര സന്തോഷമാകുന്നില്ല. നമ്മുടെ സമൂഹത്തിന് അത് ആക്ഷേപമാണ്. ദൈവത്തിന് സ്തോത്രം. യേശു അവരോട് കൊടുത്തതായ ഒരു മറുപടി ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, നിങ്ങളിൽ ഒരുവന് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒന്നിനെ കാണാതെ പോയാൽ 99 മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയതിനെ കണ്ടെത്തുന്നിടം വരെ അതിനെ തെരഞ്ഞു പോകുന്നില്ലയോ? കണ്ടുകിട്ടിയെന്ന് സന്തോഷിക്കുകയല്ല, അതിനെ വാരി പുണർന്ന് തോളിലേറ്റിക്കൊണ്ട് വീട്ടിൽ വന്ന് സ്നേഹിതരെയും അയൽക്കാരെയും എല്ലാവരെയും വിളിച്ച് അവരോടുകൂടെ സന്തോഷിപ്പാൻ ആഹ്വാനം ചെയ്ത് ഒരു വലിയ വിരുന്നൊരുക്കുന്നു. ഇതാണ് കർത്താവിൻ്റെ യഥാർത്ഥമായ അവതാരത്തിൻ്റെ പ്രത്യക്ഷതയുടെ വിശേഷത. മറ്റ് ദൈവങ്ങളെക്കാൾ കൂടുതൽ, മറ്റ് രക്ഷകന്മാരെക്കാൾ കൂടുതൽ, മറ്റ് പ്രവാചകന്മാരെക്കാൾ കൂടുതൽ യേശുവിൻ്റെ വ്യക്തിമുദ്ര പ്രതിഫലിപ്പിക്കുന്നത്, അതിൻ്റെ വിശേഷത എന്താണെന്ന് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ആ കർത്താവിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതായ വിശേഷത ഇതാണ്. പലപ്പോഴും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതായ അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെങ്കിൽ കർത്താവ് നഷ്ടപ്പെട്ടത് പോട്ടെ, ഒരിക്കൽ അവനെ രക്ഷിച്ചതല്ലേ, അവനെ വീണ്ടെടുത്തതല്ലേ, അവനെ സൗഖ്യമാക്കിയതല്ലേ, വീണ്ടും അവൻ അനുസരണം കെട്ട് പോകുന്ന ഒരുവനല്ലേ, അവൻ പോകുന്ന പോലെ അങ്ങ് പോട്ടെന്ന് മനുഷ്യരെണ്ണം. പക്ഷെങ്കിൽ കർത്താവ് എണ്ണുകയില്ല, വീണ്ടും അവന്റെ പുറകെ ഇറങ്ങിത്തിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ സാധാരണ നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ വചന അല്ലെങ്കിൽ സംസാരത്തിലുമൊക്കെ നമ്മൾ ഒരു വാക്യം പറയും. എന്താണെന്ന് അറിയോ? നരയ്ക്കോളം ഞങ്ങളെ ചുമക്കുന്ന കർത്താവേ. അങ്ങനെ ഒരു വാക്യമില്ല. നരയ്ക്കോളം ചുമക്കാമെന്ന് പറയുന്നതായ വാക്യമില്ല. നീ നരച്ചാലും ഞാൻ നിന്നെ വിട്ടുകളയില്ല, ഞാൻ നിന്നെ ചുമക്കും. നരച്ചവരെ ആരാണ് ചുമക്കുന്നത്? നമുക്കറിയാം. ഈ നാളുകളിലൊക്കെ മലയാള മനോരമയുടെ ഫസ്റ്റ് പേജിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. രാജ്യത്തെയും സംസ്ഥാനത്തെയും ആശുപത്രികളിൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ചികിത്സിച്ച് രോഗം ഭേദമായിട്ടും അവരെ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കിയവർ തിരിച്ചു വരാതെ സ്വന്തക്കാർക്ക് വേണ്ടി, ഉത്തരവാദികൾക്ക് വേണ്ടി, സംരക്ഷകർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അനാഥരായ വൃദ്ധരായ മനുഷ്യർ. പ്രൈസ് ദി ലോർഡ്. ആർക്കും വേണ്ടാതെ കളയുന്നവർ, കൂടെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ഉപകാരമില്ലാത്തവരെന്നും ഒരു പ്രയോജനവുമില്ലാത്തവരെന്ന് ലോകം വിധി എഴുതി. അക്രമികളാണ്, ദോഷികളാണ്, പാപികളാണ്, വഞ്ചകരാണ്, അനേക പാപങ്ങളെ ചെയ്തവരാണ്, അവരെ കളഞ്ഞേര് എന്ന് പറയുന്ന മനുഷ്യരുടെ മുൻപിൽ കർത്താവ് ഒരു ബഹുമാനം കാണിക്കുന്ന മനുഷ്യജാതിയോട്. എന്താണെന്ന് അറിയാമോ? നീ നരച്ചാലും നിന്നെ ഞാൻ കളയയില്ല, നിന്നെ ഞാൻ ചുമക്കും. നീ നഷ്ടപ്പെട്ടു പോയാലും വീണ്ടും നീ നഷ്ടപ്പെടുന്നിടത്തു നിന്ന് നിന്നെ തേടി വന്ന് എൻ്റെ തോളിൽ ചുമറ്റിക്കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എല്ലാ മനുഷ്യർക്കും ഒരു പാസ്റ്റ് റെക്കോർഡ് കാണും. എനിക്കറിയാം, ഈ ഓസ്കാർ വൈൽഡ് എന്ന് പറയുന്നതായ ഒരു ചരിത്ര പുരുഷനുണ്ടായിരുന്നു, ഐറിഷ്മാൻ. അനേക നോവലുകളെ എഴുതിയതായ ഒരു വ്യക്തി, അനേക കവിയാണ് അദ്ദേഹം. അനേക കവിതകളും നോവലുകളും അദ്ദേഹം ചമച്ചിട്ടുണ്ട്. 1895 അദ്ദേഹം ഒരു നോവൽ, ഒരു കവിത പോലെ എഴുതിയിരുന്നു, എ വുമൺ ഓഫ് നോ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പ്രാധാന്യമില്ലാത്ത ഒരു സ്ത്രീ. അത് വളരെ പ്രധാനം
അനേക ലോക ശ്രദ്ധയെ ആകർഷിച്ചതായ ഒരു കവിതയായിരുന്നു, അല്ലെങ്കിൽ ഒരു നോവലായിരുന്നു. അതിനകത്ത് ഒരു പ്രത്യേകമായ ഒരു വാചകം, ഒരു ഫ്രൈസ് അദ്ദേഹം ചേർത്തിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? എവരി സിന്നർ ഹാസ് ഗോട്ട് എ ഫ്യൂച്ചർ ആൻഡ് എവരി സെയിൻ ഹാസ് ഗോട്ട് എ പാസ്റ്റ്. എല്ലാ വിശുദ്ധന്മാർക്കും അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയതായ ഒരു പഴയ ചരിത്രം അവർക്ക് പറയാനുണ്ട്. അവരന്ന് വിശുദ്ധന്മാരായി ജനിച്ചവരല്ല. അവർ ലോകത്തിൽ അനേക പാപങ്ങളും തുൻപങ്ങളും ദുഷ്ടതകളും അനേക കറകളും പറ്റി ഈ ലോകത്തിൽ ജീവിച്ച് ഒരു കാലത്ത് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട് അവർ വിശുദ്ധ പദവിയിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധന്മാരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടു വന്നവരാ. അവർക്കും ഒരു കഴിഞ്ഞകാല ചരിത്രമുണ്ട്. അതുപോലെ തന്നെ എല്ലാ പാപിക്കും എവരി സിന്നർ ഗോട്ട് എ ഫ്യൂച്ചർ. എത്ര പാപിയാണെന്ന് പറഞ്ഞിരുന്നാലും അവന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ഭാവിയുണ്ട്. അവന്റെ കഴിഞ്ഞ കാലങ്ങളിൽ അവൻ പാപിയായിരുന്നാൽ കർത്താവ് അതാണ് കണ്ടത്. അതാണ് യേശുവിനെ കൂടുതൽ സ്നേഹിക്കുവാൻ നമ്മളെ നിർബന്ധിക്കുന്നത്, നമ്മുടെ മനസാക്ഷി നിർബന്ധിക്കുന്നത്. വഴിയിൽ വിട്ടേച്ച് പോകുന്ന ദൈവത്തെ അല്ല നാം കണ്ടെത്തിയിരിക്കുന്നത്. ഈ പ്രഭാതത്തിൽ കർത്താവിനെ കുറിച്ച് ധാരാളം പുകഴ്ത്തുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ ആ ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ ആ ഭാഗങ്ങളിലേക്ക് നിങ്ങളൊന്ന് കൊണ്ടുവരൂ. അപ്പോൾ നിങ്ങൾക്ക് 15 അധ്യായത്തിന്റെ ആദ്യ ഭാഗം മുതൽ ഒന്ന് വായിച്ചു നോക്കിയാൽ നോക്കൂ, എത്ര വലിയ സ്നേഹമാണ് കർത്താവ് നമുക്ക് തരുന്നത്. കണ്ടു കിട്ടുന്നിടം വരെ നഷ്ടപ്പെട്ടു പോയവരെ തേടി വരുന്ന കർത്താവിന് ഒരു ആട്ടിടയനെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്. കണ്ട് നഷ്ടപ്പെട്ടു പോയവനെ കണ്ടു കിട്ടുന്നത് വരെ അന്വേഷിച്ച് തേടിപ്പിടിച്ച് തോളിലേറ്റി ഭവനത്തിലേക്ക് കൊണ്ടുവരുന്ന കർത്താവിനെ. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കൾക്ക് പെട്ടെന്ന് അവരുടെ അവസ്ഥകളെ മറക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മരുഭൂമിയിൽ വെച്ച് സീനായി മലയുടെ അടിവാരത്തിൽ വെച്ച് യോർദാന്റെ തീരത്ത് വെച്ച് കർത്താവ് ദൈവം അവരോട് ഒരു അരുളപ്പാട് കൊടുത്തത്. എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഈ യോർദാൻ നദി കടന്ന് ഇനിയും കടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം, പാലും തേനും ഒഴുകുന്ന ദേശം, നിങ്ങൾ അധ്വാനിക്കുന്നതിന് 100 മേനി വിളവ് കിട്ടുന്ന ദേശം, അനുഗ്രഹം നിങ്ങളെ തേടി വരുന്ന, സമൃദ്ധി നിങ്ങളെ തേടി വരുന്ന ദേശം. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. യുവർ ഫോർഫാദേഴ്സ് വേർ സ്ലേവ്സ് ഇൻ ദ ലാൻഡ് ഓഫ് ഈജിപ്റ്റ് വൺസ് അപ്പോൺ എ ടൈം. ഒരു കാലത്ത് നിങ്ങളുടെ പിതാക്കന്മാർ, പൂർവ്വ പിതാക്കന്മാർ ഊഴിയവേലക്കാരായി മിസ്രൈമിൽ ആ നടിച്ചുഴിയിൽ, കഷ്ടതയുടെ നടിച്ചുഴിയിൽ കൂടെ കടന്നുപോയിരുന്ന ഒരനുഭവം, ഒരു ചരിത്രം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ളതായ ഒരു ഓർമ്മ നമ്മളെ ഭരിക്കണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുള്ളൂ. കർത്താവ് ഈ ഭൂമിയിൽ വന്ന് പഠിപ്പിച്ചത് അതാണ്. ഒരു മനുഷ്യൻ പാപിയാണ്, ദുഷ്ടനാണ്, അകൃത്യമുള്ളവനാണ്, അവൻ പോയവനാണ്, നഷ്ടപ്പെട്ടവനാണ്, അല്ലെങ്കിൽ കൊളരുതാത്തവനാണെന്ന് പറഞ്ഞ് നീ തള്ളുന്നതിന് മുമ്പ് എങ്ങനെ അവനെ തോളിലേറ്റി അപ്പൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരാം എന്ന് നിനക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ, നമുക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ അങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ, ജീവിതത്തിൽ ലോകത്തിൽ നിലനിൽക്കുന്ന ഒരു സമാധാനം കെട്ടിപ്പടുക്കുവാൻ നാം ആണിമുദ്രകളാകും. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ അസമാധാനവും അസന്തോഷവും ഈ ലോകത്തിലെ പോരായ്മകളും എല്ലാം ഈ ഒരു തുലനാവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്താണെന്ന് അറിയാമോ? നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ഓരോരോ മുൻവിധി വെച്ചുകൊണ്ട് തള്ളിക്കളയുന്ന ഒരനുഭവമാണ്. പരീക്ഷന്മാർ കർത്താവിനോട് ചോദിച്ചത് അതാണ്. ഞങ്ങൾ ആരും വീട്ടിൽ കയറ്റാത്തവനെ നീ കയറ്റിയല്ലോ, ഞങ്ങൾ ആരും കരുതാത്തവനെ അല്ലെങ്കിൽ എണ്ണാത്തവനെ നീ എണ്ണിയല്ലോ, ഞങ്ങൾ ആരും ഞങ്ങളോടൊപ്പം ഇരുത്താത്തവനെ നീ ഇരുത്തിയല്ലോ. യേശുവിൻ്റെ സ്നേഹം അങ്ങനെയാണ്. ആർക്കും വേണ്ടാത്ത ജീവിതങ്ങളെ, തള്ളപ്പെട്ടതായ ഉപേക്ഷിക്കപ്പെട്ട ജീവിതങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കപ്പെട്ടതായ അനുഭവം പലപ്പോഴും നാം തള്ളി നീക്കി. ആരും നോക്കാത്തതായ ഒരു അനുഭവം. കർത്താവ് വീണ്ടും ആ മുടിയനായ പുത്രന്റെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ, അവൻ പന്നികൾക്ക് കൊടുക്കുന്ന ആ ഒരു ആഹാരമെങ്കിലും കഴിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചു പലരോടും ചെന്ന് അഭയം തേടി ചോദിച്ചു. ആരും കൊടുക്കാതെ വന്നപ്പോൾ അവന് സുബോധം വന്നു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതുവരെ മനുഷ്യൻ നിഷേധിച്ചു, അവന് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവന് സുബോധം വന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവനെ കാത്തു നിൽക്കുന്ന ഒരപ്പൻ,
മലയുടെ താഴ്വരയിൽ എൻ്റെ മകൻ എപ്പോൾ വരുമെന്ന് നോക്കിയിരിക്കുന്ന ഒരു അനുഭവം. അവൻ വിചാരിച്ചു അവനെ കയറ്റത്തില്ല എന്ന്, അവനെ കൈക്കൊള്ളത്തില്ല എന്ന്. പക്ഷെങ്കിൽ കർത്താവ് പറഞ്ഞു പഠിപ്പിച്ചതോ, എൻ്റെ മകൻ വരുമെന്ന് തേടിയിരിക്കുന്നതായ ഒരു പിതാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ദൈവത്തിന് സ്തോത്രം. നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളെ തേടി വന്ന ജീവിതം, അല്ലെങ്കിൽ തേടി വന്നതായ അരുമനാഥന്റെ സ്നേഹത്തെ ഈ പ്രഭാതത്തിൽ പരിചയപ്പെടുത്തി തരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ ചരിത്രമല്ല, അവിടെ നിന്ന് താണ്ടി വിജയത്തിലേക്ക് പോകുവാനുള്ളതായ ഒരു കുതിപ്പ് നിന്റെ ഭവനത്തിൽ തുടങ്ങുമെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങളിൽ തുടങ്ങുമെങ്കിൽ, നിങ്ങളിൽ തുടങ്ങുമെങ്കിൽ, കുടുംബജീവിതത്തിൽ തുടങ്ങുമെങ്കിൽ, തകർച്ചയിൽ നിന്ന് കരേറി, അല്ലെങ്കിൽ താഴ്ചയിൽ നിന്ന് കരേറി അഭിവൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും ആ മലകളെ തരണം ചെയ്യുവാൻ, കയറിപ്പോകുവാനുള്ളതായ ഒരു കൃപ ദൈവം നിനക്ക് തരും. ആ അഭിഷേകത്താൽ, ഭാഗ്യത്താൽ ദൈവം നിന്നെയും നിന്റെ ഭവനത്തെയും നിറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.